നമസ്കാരം. ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. സമീപകാലങ്ങളിലായി പണമെറിഞ്ഞും ഭീഷണിപ്പെടുത്തിയും നേതാക്കളെ ബിജെപിയിലേക്ക് എത്തിച്ച അംഗസംഖ്യ കൂട്ടാമെന്ന് കരുതിയ ബിജെപിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു തിരിച്ചടിയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സത്യത്തിൽ ഇനി ഇതിലും വലിയ തിരിച്ചടിയൊന്നും ബിജെപിക്ക് ലഭിക്കാനില്ല. ഒരു കൂട്ടം ആളുകൾ ഇനി ഞങ്ങൾക്ക് ബിജെപിയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കൂട്ടരാജി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മോദിയുടെയും നദ്ദയുടെയും മുഖത്തേക്കാണ് രാജിക്കത്ത് വെടിച്ചെറിഞ്ഞിരിക്കുന്നത്. ബിജെപി നേതൃത്വം നൽകുന്ന മഹാരാഷ്ട്രയിലെ മഹൂദി സഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതിന് പിന്നാലെ വൻ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശിവസേനയ്ക്ക് നൽകിയ താഴെ സീറ്റിൽ ചൊല്ലിയാണ് ബിജെപിയിൽ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. താനെ ജില്ലാ ബിജെപി ഭാരവാഹിയും കോർപ്പറേഷൻ കൗൺസിലർമാരും സംസ്ഥാന ബിജെപി അധ്യക്ഷൻ ചന്ദ്രശേഖർ ബൻവർക്കുലേക്കാണ് രാജിക്കത്ത് അയച്ചത്. മുംബൈ മേഖലയിലെ 3 മണ്ഡലങ്ങളിലടക്കം മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് 15 സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. താനെ അടക്കമുള്ള സീറ്റുകൾ ശിവസേനയ്ക്ക് വിട്ടു നൽകിയതും അവരുടെ സ്ഥാനാർത്ഥികളെ ചൊല്ലിയും ബിജെപിക്കുള്ളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത്. താനെ മണ്ഡലത്തിൽ ബിജെപി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അവസാനഘട്ട ചർച്ചയിലാണ് എല്ലാം തകിടം മറിഞ്ഞത്. ഒടുവിൽ ഷിൻഡെ വിഭാഗം ഈ സീറ്റ് നേടിയെടുക്കുകയായിരുന്നു. മുൻ താനെ മേയർ നരേഷിനെയാണ് ശിവസേന ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം അദ്ദേഹത്തിന് എതിരെ ബിജെപി താനെ ഘടകം ഒന്നടങ്കം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പകരം മുതിർന്ന നേതാവ് ഗണേഷ് നായിക്കിന്റെ മകൻ സഞ്ജീവ് നായിക്കിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു ബിജെപി നേതാക്കളുടെ ആവശ്യം. നായിക് വിഭാഗം ആളുകൾ മുംബൈ ആസ്ഥാനത്തെത്തി പ്രതിഷേധം നടത്തുകയും ചെയ്തു. അതേസമയം പ്രവർത്തകരുടെ വികാരം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. താനെ കൂടാതെ മുംബൈ സൗത്തിലും മുംബൈ നോർത്ത് വെസ്റ്റിലുമുള്ള ശിവസേന സ്ഥാനാർത്ഥികൾക്കെതിരെയും ബിജെപി പ്രവർത്തകർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. മുംബൈ സൗത്തിൽ യാമിനി ജാദവും മുംബൈ നോർത്ത് വെസ്റ്റിൽ രവീന്ദ്ര വൈകാർണിയുമാണ് ശിവസേന സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ NDA സീറ്റ് വിഭജനത്തിൽ ബിജെപിക്ക് മത്സരിക്കാൻ 28 സീറ്റുകളാണ് കിട്ടിയിരിക്കുന്നത്. ശിവസേന 15 സീറ്റുകളിലും ഉപമുഖ്യമന്ത്രി അജിത് പവാർ നേതൃത്വം നൽകുന്ന NCP 4 സീറ്റുകളിലും മത്സരിക്കും. എന്തായാലും മഹാരാഷ്ട്രയിലെ ഈ കൂട്ടരാജി ബിജെപിയുടെ പതനം അടുത്തിരിക്കുന്നു എന്നുകൂടി സൂചിപ്പിക്കുന്നതാണ്. മോദിയുടെ ഭയത്തിന്റെ ആഴം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം.